അള്ളയാണ് പറഞ്ഞത് ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. അല്ലാഹുവാണ് പറഞ്ഞത്, പടച്ചറപ്പാണ് പറഞ്ഞത്. ലതജിദന്ന അശദ്ദന്നാസി അദാവ, മുഅ്മിനീങ്ങളോട് ഏറ്റവും കഠിന ശത്രുവുള്ളത് ആമനുൽ യഹൂദ, അത് ജൂദായിസത്തിനാണ് നബിയെ, ഇസ്രായേലിനാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പിറവി തന്നെ ഇസ്ലാമിക വിരോധത്തിൽ നിന്ന് ഫലസ്തീനിലെ അറബികളെ കൂട്ടക്കശാപ്പ് ചെയ്യാൻ, ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കാൻ ഇസ്രായേലിന്റെ പിറവി തന്നെ ഇസ്ലാമിക വിരോധത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഹബീബായ മുത്ത് പറഞ്ഞത്, ആ ഇസ്രായേൽ ജൂദായിസമാണ്, ആ ഇസ്രായേൽ ജൂദായിസമാണ്. ഇറാഖിനെ തകർത്തത് അമേരിക്ക മാത്രമല്ല, നാസിസം മാത്രമല്ല, ജൂദായിസത്തിന്റെ തന്ത്രങ്ങളാണ്. ഇറാഖിനെ തകർത്തത്, ചെച്ചിനിയെ തകർത്തത്, സോമാലിയെ തകർത്തത്, ബർമയെ തകർത്തത്, ചൈനയെ ഇങ്ങനെ നിരീശ്വരവാദം വൽക്കരിപ്പിച്ചത്, കശ്മീരിനെ തകർത്തത്. സഹോദരങ്ങളെ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ശത്രുവാനാ അജ്മൽ അമീർ കസബ് പോലും ജൂദായിസത്തിന്റെ സിദ്ധിയാ. ഇസ്ലാമിന്റെ വിജയം പറയുമ്പോ ബോംബെ നഗരത്തെ കിടുകിടാവിറപ്പിച്ച അജ്മൽ കസബിനോട് ഇസ്ലാമിക സമൂഹത്തിന് അജ്മൽ കസബിനെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധമില്ല. കാരണം അജ്മൽ കസബ് ജൂദായിസത്തിന്റെ സിദ്ധിയാണ്. അത് ഇസ്ലാമിന്റെ സിദ്ധിയല്ല, അത് പാകിസ്ഥാന്റെ സിദ്ധിയല്ല, ജൂദായിസത്തിന്റെ സിദ്ധിയാണ് അജ്മൽ അമീർ കസബ്. ആ ബോംബെ ആക്രമണത്തിന്റെ പേരിൽ ആര് പറഞ്ഞാലും വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇസ്ലാമിന്റെ അവസാനത്തെ വിജയം ഇസ്ലാമിനാ. അത് ഇന്ത്യ രാജ്യത്ത് ആര് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാലും, ഏത് മേജർ രവി സംവിധാനം ചെയ്ത സിനിമ വന്നാലും നമുക്ക് പ്രശ്നമില്ല. ഏത് മേജർ രവിയാകട്ടെ, ഫാസിസത്തിന്റെ നടുവിൽ പോയിട്ട് ഞാൻ എടുക്കുന്ന സിനിമ വർഗീയതയുടേതാണെന്ന് ആണത്തമില്ലാതെ പറഞ്ഞ മേജർ രവിയോട് അയാൾ ഇന്ത്യ രാജ്യത്തിന്റെ കാവൽ പട്ടാളത്തിന്റെ ഒരു മേജർ സ്ഥാനം വഹിച്ചു എന്നതിന് ഭാരതീയൻ ലജ്ജിക്കുകയാ. മുസ്ലിമല്ല, ക്രിസ്ത്യാനിയല്ല, ഹിന്ദുവല്ല, മേജർ രവി ഇന്ത്യ രാജ്യത്തിന്റെ കാവൽപടന്മാരുടെ മേജർ എന്ന രണ്ടക്ഷരം അയാളുടെ യൂണിഫോമിന്റെ വലത്തെ തോളിൽ വന്നിട്ട് ഭാരതീയൻ ലജ്ജിക്കുകയാ. അയാൾ പറഞ്ഞതിനാ സിനിമ എടുക്കുന്നത് വർഗീയതയ്ക്ക് വേണ്ടിയാ. എല്ലാ മേജർമാരോടും നമുക്ക് എതിർപ്പില്ല. ബോംബെ നഗരത്തിൽ അജ്മൽ അമീർ കസബ് AK-47 വെള്ളപ്പെയിന്റ് നിറഞ്ഞ താജ് ഹോട്ടലിന്റെ ആ ഭിത്തിയിലേക്ക് ചുമന്ന രക്തം പടുത്തുയർത്തിയ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി അജ്മൽ കസബിന്റെ മുമ്പിൽ നെഞ്ചും തിരിച്ചു നിന്ന മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനോട് ഇസ്ലാമിക സമൂഹത്തിന് ബഹുമാനമാ. കാരണം സന്ദീപ് സംരക്ഷിച്ചത് മുസ്ലിമിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമാ. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനോട് ഇസ്ലാമിന്റെ മനസ്സ് പറയുന്നു, അങ്ങ് ധീരനാണ്, 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 ധീരരക്തസാക്ഷിത്വം വഹിച്ചവനാണ്. ആ മേജറിൽപ്പെട്ട ഒരാൾക്കാണോ പറയാൻ കഴിയുക? എല്ലാ സഹോദരങ്ങള്, മുസ്ലിം വിദ്വേഷം പ്രവർത്തിക്കുന്നവനല്ല, അവൻ സ്നേഹത്തിന്റെ മന്ത്രം പറഞ്ഞവരാണ്. നാളെ ഒരു കാലത്ത് കൂടി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ, ഈ കാശ്മീരിന്റെ തെരുവോരത്തിൽ വെച്ച് പാകിസ്ഥാനും ഇന്ത്യയും ഒന്നിന് യുദ്ധം ചെയ്താൽ, ആ സമയത്ത് പട്ടാളക്കാരെ തികയാണ്. ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോ ചെറുപ്പക്കാരനും പട്ടാളത്തിൽ ചേരണമെന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ ഓർഡർ വന്ന ആ സമയത്തും മലപ്പുറത്തെ പള്ളിയിലും മലബാർ പള്ളിയിലും നിസ്കരിച്ച നിസ്കാരത്തടമ്പും നെറ്റിയിൽ വെച്ചുകൊണ്ട് സിയാച്ചിൻ മലനിരകളുടെ മറുഭാഗത്ത് ഭാരതാംബയുടെ മാനം കാക്കാൻ തോക്കും പിടിച്ച് മറുഭാഗത്ത് നിന്ന് അതേ നിസ്കാരത്തടമ്പുള്ള പാകിസ്ഥാന്റെ പട്ടാളക്കാര് കുലു തക്ബീർ എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് നേരെ വെടിവെച്ചാൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അവർക്ക് നേരെ പാകിസ്ഥാന് നേരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിമീങ്ങൾ തയ്യാറാണ്, തയ്യാറാണ്, തയ്യാറാണെന്ന് 1000 വട്ടം ആവർത്തിച്ചുകൊണ്ട് പറയുകയാ. മുസ്ലിമിന് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു മുസ്ലിം ആരുമായി കൊള്ളട്ടെ, മുസ്ലിം എന്ന് പേര് പറയാൻ കഴിയില്ലെങ്കിൽ നാമമാത്ര മുസ്ലിമീങ്ങൾ. കമൽ സിനിമാ സംവിധായകനാ, ഷാഫി സിനിമാ സംവിധായകനാ, ആസിഖ് മുറിമാകൽ ഇങ്ങനെ കെട്ടിയെങ്കിലും മുസ്ലിം സംവിധായകനാ. നാമമാത്രമാണെങ്കിൽ പോലും അവരാരും ഭാരത മക്കളെ 2000 തിരിക്കുന്ന ഒരു സിനിമ എടുത്തിട്ടില്ല, അതിനൊരു കഥാപാത്രം ഉണ്ടാക്കിയിട്ടില്ല.
നാമമാത്ര മുസ്ലിം പോലും കടിയില്ലെന്നിരിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ കേരളത്തിന്റെ സിനിമാ തിയേറ്ററില് ഹിന്ദു മുസ്ലിം വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ സമയത്ത് സ്നേഹത്തിന്റെ മന്ത്രത്തോടെ ഞങ്ങൾ പറയും, ഇവിടുത്തെ ഹൈന്ദവൻ ഞങ്ങളുടെ സഹോദരനാ, ഇവിടുത്തെ ക്രൈസ്തവൻ ഞങ്ങളുടെ സഹോദരനാ. എങ്ങനെയാണ് വെടിയുതിർക്കാൻ കഴിയുക? നല്ല ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ തഖൂമുസ്സാ, ലാ തഖൂമുസ്സാ, ലാ തഖൂമുസ്സാ, ലോകാവസാനം സംഭവിക്കുകയില്ല. ഹത്താ യുഖാതിലുൽ മുസ്ലിമൂനൽ യഹൂദ, ലോക ജൂദായിസം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയ ബഗ്ദാദിന്റെ തെരുവോണങ്ങളിൽ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ബഗ്ദാദിന്റെ മസാറുകളെ തട്ടിത്തകർത്ത് ധരിപ്പണമാക്കി അങ്ങനെ അഫ്ഗാനിന്റെ മലനിരകളെ നിരപരാധികളെ കൂട്ടിക്കശാപ്പ് ചെയ്ത് അങ്ങനെ മറുഭാഗത്ത് നിന്ന് ചെച്ചിനെയും ബോസ്നിയയിലെയും സിജാസിന്റെയും മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്ത ബർമയിലെ മുസ്ലിമീങ്ങളെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കി വെച്ച അങ്ങനെ പ്രതിരോധത്തിന്റെ മറവില് മലാല യൂസുഫ്സായി എന്ന് പറയുന്ന പാകിസ്ഥാനി മുസ്ലിം പെണ്ണിനെ കൊണ്ടുവന്ന് ഇസ്രയേലിന്റെ ജൂദായിസത്തിന്റെ സൃഷ്ടിയാണ് മലാല, യൂദായിസത്തിന്റെ സൃഷ്ടിയാണ് മലാല. ആ മലാലയ്ക്ക് നോബൽ സമ്മാനം കൊടുത്തിട്ട് എന്തേ സഹോദരങ്ങളെ, ബഗ്ദാദിൽ ചിതറിത്തെറിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കുറിച്ച് മലാല പറയാത്തടണ്ട. പാകിസ്ഥാനിൽ ചിതറിത്തെറിക്കുന്ന മക്കൾ മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ ബോംബാക്രമണത്തിൽ ഷെല്ലാക്രമണത്തിൽ പാകിസ്ഥാനികളെ കുട്ടികളെ കൊന്നതാരാ? പാകിസ്ഥാനികളാണോ? അമേരിക്കയുടെ തീവ്രവാദമല്ല. ഫലസ്തീനിൽ ചിതറിത്തെറിക്കുന്ന പിഞ്ചു മക്കൾ ഒത്തിട്ട് മലാല വേണ്ടാത്തടണ്ട. ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ ഞാൻ കണ്ടടാ മോനെ, ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയപ്പോ ഒരു ഫലസ്തീനി കുട്ടിയെ ചോദിച്ചു, മോനെ നിന്റെ ഉപ്പ എവിടെ? അവൻ ആകാശത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാ, എന്റെ ഉപ്പ സ്വർഗത്തിന് പോയി. ഉമ്മ എവിടെ? ഉമ്മയും ഉപ്പയുടെ കൂടെ പോയി. നിന്റെ കൂട്ടുകാരെവിടെ? എന്റെ പെങ്ങന്മാരെ എന്റെ ഉപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് ഇസ്രയേലി പട്ടാളക്കാര് മാനഭംഗം ചെയ്തു കൊന്നു. ആ ചുഞ്ഞിനെ തിരിച്ചിട്ട് മലാലമില്ലാത്തടണ്ട. മലാല ഇസ്രയേലിന്റെ സിറ്റിയാണ്, ജൂദായിസത്തിന്റെ സിറ്റിയാ. പൊന്നുമോനെ, ഏതൊക്കെ ആളുകളെ ഇറക്കുമതി ചെയ്താലും മുസ്ലിമൂനൽ യഹൂദ്, യഹൂദികളും മുസ്ലിമീങ്ങളും തമ്മിൽ നേരിട്ടൊരു യുദ്ധമുണ്ടാകും ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും മരുപ്പറമ്പിൽ വെച്ചിട്ട് ലോകം കാണാനിരിക്കുന്ന യുദ്ധം മൂന്നാം ലോകമഹായുദ്ധമല്ല. മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ ഏറ്റവും വലിയ തുറന്ന യുദ്ധമുണ്ടാകും. അവസാനം ലോക ജൂദായിസം പരാജയപ്പെടും. ആരാ പറഞ്ഞതെന്റെ ഹബീബ്? ആരാ പറഞ്ഞതെന്റെ ഹബീബ്? ആരാ പറഞ്ഞതെന്റെ ഹബീബ്? ആരാ പറഞ്ഞത്? നജ്ജാശി പോലും കള്ളം പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ എന്റെ മുത്ത് ആമിനയുടെ സത്ത്, ആദർശത്തിന്റെ ദിക്ക്,